ആദ്യ ചോദ്യം, ദ മിസ്പെൽഡ് വേർഡ് ഈസ് തന്നിട്ടുള്ളതിൽ തെറ്റായ സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഫെയിൽറ്റി, FRAILTY, ഇത് ശരിയാണ്. ഫെയിൽറ്റി എന്ന് പറയുന്നത് ബലഹീനത. എക്സ്പെഡീഷ്യസ്, EXPEDITIOUS കറക്റ്റാണ്. എക്സ്പെഡീഷ്യസ് എന്താണ്? ഈ ത്വരിതഗതിയിലുള്ള. അടുത്ത് ഇൻഡോളൻസ്, ഇവിടെ നോക്കാം. INDOLENCE ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് തെറ്റായത് ഓപ്ഷൻ സി ഇൻഡോളൻസ്. സ്പെല്ലിംഗ് പഠിക്കുക. ആണ് വരേണ്ടത്. എയുടെ സ്ഥാനത്ത് ആണ് വരേണ്ടത്. ഇൻഡോളൻസ് എന്ന് പറയുന്നത് നിസ്സംഗതയാണ്. പിന്നെ ബാക്കി ഡി നോക്കേണ്ട കറക്റ്റ് ആയിരിക്കും. മാലവലൻറ്റ് എന്ന് പറയുന്നത് MALEVOLENT, ദ്രോഹം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വുഡ് യു മൈൻഡ് ഡാഷ് യുവർ പെൻ. അപ്പോൾ വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് വരേണ്ടത് ജെറണ്ട് ഫോമാണ്. എന്ന് പറഞ്ഞാൽ ING ഫോമുള്ളതാണ് വരേണ്ടത്. ING ഫോമുള്ളത് ലെൻഡിങ് ആണ്. ഇവിടെ നമുക്ക് ഫോറൊന്നും വരണ്ട. വുഡ് യു മൈൻഡ് ജെറണ്ട് പ്ലസ് ബാക്കിയുള്ളത്. അപ്പോൾ വുഡ് യു മൈൻഡ് ലെൻഡിങ് യുവർ പെൻ, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹി ഹാസ് ബീൻ ലീവിങ് ഹിയർ ഡാഷ് ഹിസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ തന്നിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു കാലയളവ് ഒക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഫോറും സിൻസും ഉപയോഗിക്കും. ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴാണ് ഫോർ ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഒരു നിശ്ചിത പോയിൻ്റ് ഓഫ് ടൈം പറഞ്ഞാൽ നമ്മൾ സിൻസ് ഉപയോഗിക്കും. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്കാലം, അതൊരു പോയിൻ്റാണ്. 1976 എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. അതായത് പോയിൻ്റ് ഓഫ് ടൈം സിൻസിൽ ഒരു N ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ N ഫോർ പോയിൻറ്റിലും ഒരു N ഉണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ചൈൽഡ്ഹുഡ്, അപ്പോൾ അത് കുട്ടിക്കാലമാണ്, അതൊരു പോയിൻ്റ് ഓഫ് ടൈമാണ്. ആയതിനാൽ ഇവിടെ നമ്മൾ സിൻസ് ഉപയോഗിക്കും. അപ്പോൾ ഹി ഹാസ് ബീൻ ലീവിങ് ഹിയർ സിൻസ് ഹിസ് ചൈൽഡ്ഹുഡ്. ഇനി ഫോർ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു നിശ്ചിത കാലയളവ്, അതായത് ഇന്നലെ മുതൽ ഇന്ന് വരെ മഴ പെയ്യുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു നിശ്ചിത കാലയളവാണല്ലോ, അവിടെ നമ്മൾ ഫോറാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഹെഡ് മാസ്റ്റർ ഡിസ്ട്രിബ്യൂട്ടഡ് ദ സ്വീറ്റ്സ് ടു ദ ചിൽഡ്രൻ. പിക്ക് ഔട്ട് ദ ഫ്രേസൽ വെർബ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. വരച്ചിട്ടുള്ള വേർഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഫ്രേസൽ വെർബാണ് ചോദിച്ചിട്ടുള്ളത്. ഗീവ്, അവിടെ ഗേവ് എന്നാണുള്ളത്. ഗീവും ഗേവും കറക്റ്റ് തന്നെയാണ്. നമുക്ക് ഗീവ് വെച്ച് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയ്ക്കും ചോദിച്ചായിരുന്നു ഡിസ്ട്രിബ്യൂട്ടഡ്. ഗീവ് എവേ അല്ലെങ്കിൽ ഗേവ് എവേ എന്ന് പറയുന്നത് സമ്മാനിക്കുക എന്നാണ് അർത്ഥം. സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് എന്നർത്ഥം. ഗേവ് അപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഗീവ് അപ്പ്, അബൻഡൻ, ഉപേക്ഷിക്കുക. ഗേവ് ഇൻ, നൽകുക. ഗേവ് ഔട്ട്, കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഗേവ് എവേ, ഗേവ് ഇൻ, ഗേവ് ഔട്ട്, ഇതെല്ലാം ഒരേ ഒരു ടോണിൽ കിടക്കുന്നതാണ്. അതായത് സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക തന്നെയാണ്, ഗേവ് ഇൻ നൽകുക തന്നെയാണ്, ഗേവ് ഔട്ടും കൊടുക്കുക. എന്നാൽ ഇവിടുത്തെ വ്യത്യാസം നോക്കുക, ഈ ഗേവ് എവേ എന്ന് പറയുന്നത് ഫ്രീ ആണ്. സമ്മാനമല്ല, ഫ്രീ ആണല്ലോ. അപ്പോൾ ഫ്രീ അതാണ് ഗേവ് എവേ. അപ്പോൾ എവേ ഫ്രീ ആണ് എന്ന് ഓർക്കുക. എവേ ഫ്രീ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ തന്നെയാണ്. ദ ഹെഡ് മാസ്റ്റർ ഗേവ് എവേ ദ സ്വീറ്റ്സ് ടു ദ ചിൽഡ്രൻ. അത് മിഠായി സമ്മാനമായി നൽകി. മിഠായി അധ്യാപകൻ പൈസയ്ക്ക് ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക, ഗേവ് എവേ ആണ് സമ്മാനിക്കുക എന്ന് അർത്ഥം. അടുത്ത ചോദ്യം, ദ പാസീവ് വോയിസ് ഓഫ് ദേ ഡു നോട്ട് ഡ്രിങ്ക് കോള. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതിൽ ശ്രദ്ധിക്കുക. ഇവിടെ ടെൻസിന് മാറ്റമില്ല, എന്നാൽ വെർബ് ഡ്രിങ്ക് അത് ഡ്രങ്ക് ആകും, അത് V3 ആകും എന്ന് ഓർക്കുക. ബാക്കി ടെൻസിനൊന്നും മാറ്റമില്ല.
ഇനി ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ടും മാറും. അപ്പോൾ തുടക്കം എവിടെ തുടങ്ങും? കൊക്കോക്കോള. അടുത്ത് പ്രസൻറ്റ് ടെൻസ് ആണല്ലോ, ഡു ഡസ് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡിഡ് ഉള്ളത് ആദ്യമേ ക്യാൻസലായി, ബാക്കിയുള്ള ഇവിടെ നോക്കാം. കൊക്കോക്കോള ഈസ് നോട്ട് ഡ്രങ്ക് ബൈ ദം. അടുത്ത് നോക്കാം, കൊക്കോക്കോള ഈസ് നോട്ട് ഡ്രിങ്കിങ് ബൈ ദം. നേരത്തെ പറഞ്ഞു ഡ്രിങ്കിന് V3 വരണം. അപ്പോൾ V3 വരുന്നത് ഡ്രങ്ക് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത്രയും ഒന്ന് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും നോക്കിയാൽ മതി. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ദ മോർ എന്ന് പഠിക്കുക. ദ മോർ, അതായത് ദ ഡീപ്പർ വന്നാൽ ദ ഗ്രേറ്റർ വരണം, ER വരണം. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ദ ഫോളോവിങ്. പ്രകാശ് സെഡ് പ്ലീസ് ഗീവ് മീ അനദർ ചാൻസ്. അപ്പോൾ ഈ തന്നിട്ടുള്ള സെനൻസ് ഏതാണ്? ഈ തന്നിട്ടുള്ള സെനൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പരേറ്റീവ് സെനൻസ് ആണ്, ഒരു അപേക്ഷാ രൂപത്തിലുള്ള സെനൻസ്. അപ്പോൾ അപേക്ഷാ രൂപത്തിലുള്ള സെനൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്ലീസ് എന്ന വാക്ക് റിമൂവ് ആകും. പിന്നെ നോക്കേണ്ടത് ഈ ഗീവ്. നമ്മൾ സാധാരണ ഗീവിന് ഗേവെന്നാണ് എഴുതുന്നത്, അതായത് വീട്ടൂലാണ് എഴുതുന്നത്. എന്നാൽ ഒരു ഇമ്പരേറ്റീവ് സെനൻസിന് ഇവിടെയൊന്നും ഒരു ചേഞ്ചും ഇല്ല. പിന്നെ ഇതൊരു റിക്വസ്റ്റാണ്, അപ്പോൾ ഒരു പൊളൈറ്റാണ്. അപ്പോൾ ആസ്ക്ഡ് ഓർഡേഡ് എന്ന് വരില്ല, പ്രകാശ് റിക്വസ്റ്റഡ് എന്നേ വരും. അപ്പോൾ ഓപ്ഷൻ എയും ഡിയും ക്യാൻസലായി. ബാക്കിയുള്ളത് പ്രകാശ് റിക്വസ്റ്റഡ് ടു, ഇവിടെ കണ്ടു ഗേവാ വന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പഠിച്ചുകൊണ്ട് പോയാൽ ഓപ്ഷൻ സി ബബിൾ ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കുക, ഒരു ഇമ്പരേറ്റീവ് സെനൻസ്, അതായത് ആജ്ഞയോ അപേക്ഷാ രൂപത്തിലുള്ളതോ ആയ സെനൻസുകൾ തന്നാൽ ഇവിടെ ഈ ടെൻസിന് മാറ്റം വരുന്നില്ല. പ്രകാശ് റിക്വസ്റ്റഡ് ടു ഗേവ് ഹിം അനദർ ചാൻസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്രകാശ് റിക്വസ്റ്റഡ് ടു ഗീവ് ഹിം അനദർ ചാൻസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് എഗ്രി വിത്ത്. അപ്പോൾ എഗ്രി വിത്ത് എന്നതിന് ഉചിതമായ വാക്ക് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി കൺഫേം. അപ്പോൾ കൺഫേം ചെയ്യുക, ഉറപ്പിക്കുക. എഗ്രി വിത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇനി കൺഫേം ഉണ്ട്, അത് സ്ഥിരീകരിക്കുക എന്നാണ് അർത്ഥം. പിന്നെ കോൺഫിഡൻറ്റ് നമ്മൾ അറിയുന്നതാണ്. പിന്നെ കൺഫൈൻ ഉണ്ട്, കൺഫൈൻ എന്ന് പറയുന്നത് ഒതുക്കുക എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ ഇവിടുത്തെ എഗ്രി വിത്ത് കൺഫേം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കോമൺ ഡാഷ് എ ടൈഗർ ആൻഡ് ലയൺ. ഓപ്ഷൻ എ ആണ് ബിറ്റ്വീൻ. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളെ, വസ്തുക്കളെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ബിറ്റ്വീൻ ആണ് ഉപയോഗിക്കുന്നത്, രണ്ടു പേർക്കും ഇടയിൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. ദ ഗേൾസ് വിൽ സിംഗ് വെൽ ആഡ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ തന്നിട്ടുള്ള സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ആദ്യം നോക്കുക. തന്നിട്ടുള്ള സെൻറ്റൻസ് പോസിറ്റീവാണ്, കാരണം നോ, നെവർ, നോട്ട്, സെൽഡം, അപ്പോൾ അങ്ങനത്തെ വാക്കുകളൊന്നും ഇതിലില്ല. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവായിരിക്കും. തന്നിട്ടുള്ള സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഓക്സിലറി വെർബാണ്. ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്? വില്ലാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം. അപ്പം വില്ലിൻ്റെ നെഗറ്റീവ് വില്ലിൻ ദേ ഉണ്ട്, ഓപ്ഷൻ എ ഉണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, വില്ലിൻ ദേ എന്ന് നമ്മൾ പ്രയോഗിക്കാറില്ല. അതിന് പകരം ഓൺ ദേ എന്നാണ് ഉപയോഗിക്കുന്നത്. വില്ലിൻ്റെ പാസ്റ്റായ വുഡിൻ്റെ ഓൺഡ് ദേ ആണ് ഉപയോഗിക്കുന്നത്. അതിവിടെ നിന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, വിച്ച് സെനൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്തൊക്കെ വേണം? ഒരു പ്രസൻറ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് വേണം, ഒരു ING ഫോം ഉള്ളതും വേണം. അപ്പോൾ ഈസോ, ആറോ വരാം, പിന്നെ ഒരു ING ഫോമും വരണം. അപ്പോൾ അങ്ങനെയുള്ളത് ഓപ്ഷൻ ബി ആണ്. മഞ്ജു ഈസ് റൈറ്റിംഗ് എ പോയം. എന്നാൽ ഇവിടെ വാസാണുള്ളത്. വാസ് എപ്പോഴും പാസ്റ്റാണ്. ബാക്കിയുള്ളതിൽ ഒന്നും ഓക്സിലറി വേർബ്സോ ING ടേംസോ ഒന്നും ഇല്ല.
അടുത്ത ചോദ്യം, യു ഹാഡ് ബെറ്റർ ഡാഷ്. ഓപ്ഷൻ എ ആണ് സ്റ്റേ ഇൻസൈഡ് ദ റൂം. അപ്പോൾ ഇതും PSC ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. യു ഹാഡ് ബെറ്റർ പ്രയോഗം ടു ഒന്നും കണക്ട് ചെയ്യേണ്ട, സ്റ്റേ ഇൻസൈഡ് ദ റൂം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇവിടെ ടു ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. യു ഹാഡ് ബെറ്റർ ടു സ്റ്റേ ഇൻസൈഡ് ദ റൂം. പക്ഷെ ഒന്നും വേണ്ട, ബേസ് ഫോം യു ഹാഡ് ബെറ്റർ സ്റ്റേ ഇൻസൈഡ് ദ റൂം. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇഗ്നോമിങ്. ഇഗ്നോമിങ് എന്ന വാക്കിൻ്റെ മീനിങ് ആണ് ഓപ്ഷൻ ബി ആണ് പബ്ലിക് ഡിസോണർ. അപ്പോൾ പബ്ലിക് ഡിസോണർ എന്ന് പറയുന്നത് പൊതു അപമാനം. അപ്പോൾ ഇഗ്നോമിങ് എന്ന് പറയുന്നത് പൊതു അപമാനം. എ പേഴ്സൺ ഹൂ ഡസ് സ്പൈ വർക്ക്. അപ്പോൾ സ്പൈ വർക്ക് ചെയ്യുന്ന ആളിനെ അറിയപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് എസ്പിനോജ്. അപ്പോൾ എസ്പിനോജ് ആരാണ്? എ പേഴ്സൺ ഹൂ ഡസ് സ്പൈ വർക്ക്. അപ്പോൾ എസ്പിനോജ് എന്ന് പറയുന്നത് ചാരപ്പണി, ചാരവൃത്തി ചെയ്യുക, അതാണ് സ്പൈ വർക്ക് എന്ന് പറയുന്നത്, ചാരപ്രവൃത്തി. ഇനി ട്രൈറ്റർ ആരാണ്? രാജ്യദ്രോഹി. ട്രൈറ്റർ എന്ന് പറയുന്നത് രാജ്യദ്രോഹി. ഡിറ്റക്റ്റീവ് നമുക്കറിയാം, നാർസിസ്റ്റ് നമുക്ക് സുപരിചിതമാണ്. അടുത്ത ചോദ്യം, ദ ഹൗസ് ഈസ് ഡാഷ് ബ്യൂട്ടിഫുൾ. ഓപ്ഷൻ സി ഫെയർലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഹൗസ് ഈസ് ഫെയർലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഈ ഫെയർലി, ഈ കറക്റ്റ് അതുപോലത്തെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ് VAക്ക് ആവർത്തിച്ചതാണ്. അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യം നോക്കാം. മൈ മദർ ഗേവ് മീ എ ഗിഫ്റ്റ്. ഐഡൻറ്റിഫൈ ദ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇൻ ദ സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ സാധാരണയായി ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കാൻ. മൈ മദർ ഗേവ് മീ എ ഗിഫ്റ്റ്. എൻ്റെ അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഈ സെൻറ്റൻസിനോട് വാട്ട് അല്ലെങ്കിൽ ഹൂ എന്ന് ഒന്ന് ചോദിക്കുക. വാട്ട് ഓർ ഹൂ. ഇതിന് കിട്ടുന്ന ആൻസർ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. നമുക്കിവിടെ നോക്കാം. മൈ മദർ ഗേവ് മീ എ ഗിഫ്റ്റ്. അപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ വാട്ട് എന്തു തന്നു? ഗിഫ്റ്റ് തന്നു. ഓപ്ഷൻ എ ഗിഫ്റ്റ്. അപ്പോൾ ഒരു സെൻറ്റൻസിനോട് എന്തു തന്നു, വാട്ട് എന്ന ചോദ്യം ആദ്യം ചോദിക്കുക. അതിന് കിട്ടുന്ന ഉത്തരം അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ഹൂ അല്ലെ ഹൂ, ആർക്ക് തന്നു? എനിക്ക് തന്നു. അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒന്നുകൂടി പറയാം. ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വെർബിനോട് വാട്ട് ഓർ ഹൂം എന്ന് ചോദിച്ചാൽ മതി. ഉത്തരം ലഭിക്കുവാണെങ്കിൽ അതാണ് ആ വാക്യത്തിലെ ഒബ്ജക്റ്റ്. വാട്ട് ഓർ ഹൂം എന്ന് ചോദിക്കുക. ഇനി വാട്ട് എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ വാട്ട് എന്ത്, ഹൂം എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഒബ്ജക്റ്റാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ മൈ മദർ ഗേവ് മീ എ ഗിഫ്റ്റ്. എൻ്റെ അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് വാട്ട്, എന്ത് തന്നു? എ ഗിഫ്റ്റ്. അത് ഡയറക്റ്റ്. ഹൂം, ആര് തന്നു? ആർക്ക് തന്നു? മീ, എനിക്ക് തന്നു. ഓപ്ഷൻ ബി. അപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, മീ. അടുത്ത ചോദ്യം, ദ ആദർ ഓഫ് ദിസ് ബുക്ക് യൂഷ്വലി റൈറ്റ്സ് ലോഫ്റ്റി നോവൽസ് ബട്ട് ദിസ് ഈസ് എ ഡാഷ് ഓൺ. അവിടെ സെൻറ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് ബട്ട് വച്ചിട്ടാണ്. അപ്പോൾ ബട്ട് വച്ച് സാധാരണ ഉപയോഗിക്കുന്നത് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ലോഫ്റ്റിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ലോവ്ലി. അപ്പോൾ ലോഫ്റ്റി എന്ന് പറയുന്നത് ഉന്നതമായ, ലോവ്ലി എന്ന് പറയുന്നത് താഴ്മയായ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് വേർഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഈച്ച് മസ്റ്റ് കോൺട്രിബ്യൂട്ട് വാട്ട് ഹി ക്യാൻ.
അടുത്ത ചോദ്യം, ലാസ്റ്റ് വീക്ക് മൈ ഫാമിലി ഡാഷ് ടു കൊടൈക്കനാൽ ഓൺ എ ടൂർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, വെൻറ്റ്. എങ്ങനെ വന്നു? ലാസ്റ്റ് വീക്ക്. അപ്പോൾ ലാസ്റ്റ് എന്ന ടേം ഉപയോഗിക്കുന്ന കീവേഡ് പാസ്റ്റ് ടെൻസിലെ കീവേഡാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. അപ്പോൾ പാസ്റ്റ് ആയിട്ടുള്ളത് വെൻറ്റ് ആണ്. ഗോയുടെ പാസ്റ്റാണ് വെൻറ്റ്, V3 ഗോൺ. അപ്പോൾ ഇവിടെ V2 മതി, വെൻറ്റ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഓപ്പോസിറ്റ് വേർഡ് ബാരൻ. സാധാരണ സ്ഥിരം ചോദിക്കുന്നത് ബാരൻ്റെത് ഓപ്പോസിറ്റ് ഓപ്ഷൻ ബി ആണ്, ഫെർട്ടൈൽ. അപ്പോൾ എന്താണ് ബാരൻ എന്ന് പറയുന്നത്? തരിശായ. ഫെർട്ടൈൽ എന്ന് പറയുന്നത് ഫലപുഷ്ടിയുള്ള. അപ്പോൾ ഇത്രയുമാണ് 80 ചോദ്യങ്ങൾ. ഇതിലെ ചോദ്യങ്ങൾ കഴിഞ്ഞ 2018-19 VUയിലും ആവർത്തിച്ചു. അപ്പോൾ നമുക്ക് LDCക്കും പ്രതീക്ഷിക്കാം. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെച്ച് പഠിക്കുക.